നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ശ്ലോകം 1. ഹിരണ്യാക്ഷം താവത് വരദഭവതന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനിഃ ശനൈരുചേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവ ബലം. അല്ലയോ പ്രഭു, മായാവിയായ ആ വിഷ്ണു അങ്ങയുടെ വസുമതി അല്ലെങ്കിൽ ഭൂമിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. എന്തൊരു കഷ്ടമാണ്, ഇതെന്താണിതിങ്ങനെ എന്ന് നാരദനാൽ പറയപ്പെട്ടവനും ഇവൻ എവിടെ എന്നിപ്രകാരം അലറിക്കൊണ്ട് നാരദമുനിയാൽ മാർഗം കാണിച്ചു കൊടുക്കപ്പെട്ടവനുമായ ആ ഹിരണ്യാക്ഷൻ ഭൂമിയെ വഹിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്ന ഭഗവാനെ കണ്ടു. ശ്ലോകം 2. സാ മായാവീ വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ നദൻ ക്വാസൗ ക്വാസ വിധി സമുനിനാ ദർശിതപദാഃ ഭവന്തം സംപ്രാപത് ധരണിധരമുദ്യന്തമുദകാത്. സാരാംശം നോക്കാം. അല്ലയോ പ്രഭു, മായാവിയായ ആ വിഷ്ണു അങ്ങയുടെ വസുമതി അല്ലെങ്കിൽ ഭൂമിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു. എന്തൊരു കഷ്ടമാണ്, ഇതെന്താണിതിങ്ങനെ എന്ന് നാരദനാൽ പറയപ്പെട്ടവനും ഇവൻ എവിടെ എന്നിപ്രകാരം അലറിക്കൊണ്ട് നാരദമുനിയാൽ മാർഗം കാണിച്ചു കൊടുക്കപ്പെട്ടവനുമായ ആ ഹിരണ്യാക്ഷൻ ഭൂമിയെ വഹിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്ന ഭഗവാനെ കണ്ടു. ശ്ലോകം 3. അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈ ദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസവ മുദയുങ്ധ മൃതവിദോ. സാരാംശം ഒന്ന് നോക്കാം. എന്താണിത്, ഇവൻ ഒരു കാട്ടുമൃഗമാണല്ലോ എന്നിങ്ങനെ പരിഹസിച്ചുകൊണ്ട് പലതരം ചീത്തവാക്കുകളാൽ നോവിക്കുന്നവനായ ഹിരണ്യാക്ഷനെ അവഗണിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞ ഭഗവാൻ തേറ്റയുടെ അറ്റത്തിരിക്കുന്ന ഭൂമിദേവി പേടിക്കുന്നതായി കണ്ട് യോഗശക്തിയാൽ വെള്ളത്തിനു മീതെ ഉറപ്പിച്ചു നിർത്തിയിട്ട് യുദ്ധത്തിനൊരുങ്ങി. ശ്ലോകം 4. ഗദാപാണോ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോ നദഗദോ നിയുദ്ധേന ക്രീഡൻ ഖഡഖഡരവോത്കുഷ്ടവിയതാ രണാലോകോത്സുക്യാന്മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിശേ. നമുക്കതിൻ്റെ ഒരു സാരാംശം നോക്കാം. അസുരനായ ഹിരണ്യാക്ഷൻ ഗദാപാണി ആയപ്പോൾ ഭഗവാനും ഗദ ധരിച്ചു. ഗദയുടെ ഘടഘട ശബ്ദം കൊണ്ട് ആകാശത്തിൽ മാറ്റൊലി സൃഷ്ടിച്ച ഭഗവാൻ യുദ്ധലീലയിൽ മുഴുകി. യുദ്ധം കാണാൻ കൊതിച്ച ദേവന്മാർ ആകാശത്തിൽ നിരന്നു. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഹിരണ്യാക്ഷനെ വധിക്കണമെന്ന് ബ്രഹ്മാവ് ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ശ്ലോകം 5. ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗതായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ഝടിതി പതിതായാ മഹഹപോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. അതിൻ്റെ സാരാംശം ഒന്ന് നോക്കാം. ആ ഗദായുദ്ധത്തിൽ അങ്ങയുടെ ഗദ ഹിരണ്യാക്ഷൻ്റെ ഗദാപ്രഹരത്താൽ പെട്ടെന്ന് താഴെ വീണുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് പുഞ്ചിരിയാൽ വിടർന്ന മുഖത്തോടുകൂടി അസുരവംശ വിനാശത്തിനായി സാമർഥ്യമേറിയ സുദർശന ചക്രത്തെ സ്മരിച്ചു വരുത്തി.
ചക്രധാരിയായി ശോഭിച്ചു. ഹരി ഓം.